ഒഡീഷയിലെ റൂർക്കലയിൽ ഈ വിമാനാപകടമുണ്ടായിരിക്കുന്നത്. ഒരു ചെറു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്തിൽ ചില സാങ്കേതിക തകരാറുള്ളതായി പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇന്ത്യ വൺ എയറിന്റെ ചെറു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് എയർ സ്ട്രിപ്പിൽ നിന്നും 10 കിലോമീറ്റർ അകലെ ഒരു പുൽമേട്ടിൽ പൈലറ്റ് വിമാനം ഇടിച്ചിറക്കുകയായിരുന്നു. ബെല്ലി ലാൻഡിംഗ് ആണ് ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് DGCA കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ അപകടത്തിൽ തുടർന്ന് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റ് അടക്കമുള്ള 6 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പൈലറ്റിന്റെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ 6 പേരെയും നിലവിൽ റൂർക്കലയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും തന്നെ നിരീക്ഷണത്തിലാണ് എന്ന ആശുപത്രിയിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്താണ് വിമാനത്തിന് ഈ സാങ്കേതിക തകരാർ എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വ്യക്തമായ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എന്നാൽ പൈലറ്റ് ഉടൻ തന്നെ ഈ ഒരു സാങ്കേതിക തകരാർ തിരിച്ചറിയുകയും വിമാനം ഉടൻ നിലത്തിറക്കുകയുമായിരുന്നു. ജനവാസ മേഖലയിൽ നിന്നും ഒഴിഞ്ഞ് പുൽമേട്ടിലാണ് വിമാനം സുരക്ഷിതമായി ബെല്ലി ലാൻഡിംഗ് നടത്തിയത്. എന്നാൽ ഇതിന്റെ ആഘാതത്തെ തുടർന്നാണ് വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് അടക്കമുള്ള 6 പേർക്കും പരിക്കേറ്റിരിക്കുന്നത്. ഇവര് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഈ 6 പേരും ചികിത്സയിൽ തുടരുകയാണ്. റൂർക്കലയിൽ നിന്നും ഭുവനേശ്വറിലേക്ക് പറക്കുന്ന വിമാനമാണ് ഇത്തരത്തിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് പുൽമേട്ടിൽ ഇടിച്ചിറക്കിയിരിക്കുന്നത്. നിലവിൽ പൈലറ്റിന്റെ നില ഗുരുതരമാണ് എന്നറിയാൻ കഴിയുന്നു. എന്നാൽ മറ്റ് യാത്രക്കാർ ആരൊക്കെ തുടങ്ങിയ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഇന്ത്യ വൺ എയർ വിശദാംശങ്ങൾ, ഈ യാത്രക്കാരുടെ വിശദാംശങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ ഉടൻ തന്നെ കമ്പനി പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സാധാരണ നിലയിൽ ചെറുവിമാനങ്ങൾ മാത്രം സർവീസ് നടത്തുന്ന ഒരു റൂട്ടാണ്. യാത്രക്കാർ ഒപ്പം തന്നെ തീർത്ഥാടകർ അടക്കമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു എയർ സ്ട്രിപ്പിൽ നിന്നാണ് ഈ വിമാനം പറന്നുയർന്നത്. തൊട്ടു പിന്നാലെ തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 6 പേരെയും ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൽ പൈലറ്റിന്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം.